ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. മഴക്കാലമായി, അതായത് മഴ അധികമായിട്ട് പെയ്ത് തുടങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ മഴക്കാല രോഗങ്ങൾ അധികമായിട്ട് കണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടർ ബോൺ ഡിസീസ്, അതായത് വെള്ളത്തിൽ നിന്ന് പകരുന്ന ഹെപ്പറ്റൈറ്റിസ്, ഡിസെൻട്രി, കോളറ, ടൈഫോയിഡ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ആണ് ഞാൻ പറയുന്നത്. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസോ കാര്യങ്ങളോ ഒന്നല്ല. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ജ്യൂസ് അടിച്ച് കുടിക്കേണ്ട കാര്യങ്ങളല്ല പറയുന്നത്. നമുക്ക് സ്കൂളിൽ പോകുന്നവർക്കാണെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിലും പുറത്ത് പണിയെടുക്കുന്നവർക്കാണെങ്കിലും ഇനി വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിലും ഈ മഴക്കാല രോഗങ്ങളെ ഒന്ന് ചെറുത്ത് നിർത്താനായിട്ട്, അല്ലെങ്കിൽ പനി, ജലദോഷം, കഫക്കെട്ട്, മൂക്കടപ്പ്, തൊണ്ടയടപ്പ്, തൊണ്ടവേദന അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അമിതമായിട്ട് നിങ്ങൾക്ക് രോഗം പിടിക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ട. പാരൻസ് ഒരു 5 ദിവസം കൂടുമ്പം അവരുടെ കുട്ടീനെയും കൂട്ടിയിട്ട് വരും. മരുന്നെല്ലാം എടുത്ത് ഭേദമായിട്ടായിരിക്കും കുട്ടി സ്കൂളിൽ പോവുക. അവിടെ നിന്ന് ആർക്കെങ്കിലും ഇതുപോലെ ജലദോഷമോ പനിയോ തുമ്മലോ ഉണ്ടാവും. അത് വീണ്ടും നമ്മുടെ കുട്ടിക്ക് പിടിക്കും, വീണ്ടും മരുന്നെടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സ് പറഞ്ഞുതരാം. അതായത് ജ്യൂസസോ കാര്യങ്ങളോ ഒന്നല്ല, നമുക്ക് തിളപ്പിച്ച് കുടിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സ്. അതിൽ ആദ്യത്തേത് ഇഞ്ചി തുളസി വെള്ളമാണ്. അതായത് നമുക്ക് വേണ്ടത്രയും വെള്ളം എടുക്കാം. അതിലേക്ക് ഒരു 2 പീസ് ഇഞ്ചി, കുറച്ചധികം തുളസീൻ്റെ ഇലകളും കൂടിയിട്ട് ഇടുക. നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. അത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുക. ഓഫീസിൽ പോകുന്നവർ ആ വെള്ളം കൊണ്ടുപോവുക. നിങ്ങൾ ഡെയിലി കുടിക്കുമ്പോഴും ആ വെള്ളം കുടിക്കാം. ഇഞ്ചി തുളസിയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അതുപോലെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടും നമുക്ക് ഉള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് പെട്ടെന്ന് തൊണ്ടവേദനയും തുമ്മലൊക്കെ അനുഭവപ്പെടും. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് മാറാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചി തുളസി വെള്ളം നിങ്ങളെ സഹായിക്കും. അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മഴക്കാലത്ത് കൂടുതലായിരിക്കും. അതായത് നമ്മൾ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിച്ച്, അല്ലെങ്കിൽ ഹെവി ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ദഹിച്ച് ഓക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മഴക്കാലത്ത് കുറച്ച് സമയം പിടിക്കും. തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ദഹനം ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം ഈ ദഹനമൊക്കെ ഒന്ന് പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വോമിറ്റിംഗ്, ഛർദി, അതുപോലെ ഡിസെൻട്രി, ലൂസ് മോഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചി തുളസി വെള്ളം നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ് ഇഞ്ചിയും തുളസിയിട്ട് തിളപ്പിച്ചാറിയ വെള്ളം. കുട്ടികൾക്കാണെങ്കിലും കൊടുത്തുവിടാം സ്കൂളിൽ. അടുത്തത് നമ്മുടെ ചുക്ക് കാപ്പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളമാണ് ചുക്കും കുരുമുളകും ഇട്ട് തിളപ്പിച്ച വെള്ളം. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഇഞ്ചി തുളസി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ചുക്കും കുരുമുളകും ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഒക്കെ കൊണ്ടുപോകാം. അപ്പോൾ ചുക്കും കുരുമുളകും ഈ പറഞ്ഞ പോലെ ധാരാളം ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കുരുമുളകാണെങ്കിൽ നമുക്ക് അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടും ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. പിന്നെ ചുക്ക് നമുക്കറിയാം, ചുക്ക് നമ്മൾ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ചുക്ക് കാപ്പി ഉണ്ടാക്കി കുടിക്കുമ്പോഴും ചുക്കാണ് അതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് അടിക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നാച്ചുറലായിട്ടൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ സഹായിക്കും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചുക്കും കുരുമുളകും സഹായിക്കും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചുക്ക് കാപ്പി ആക്കിയിട്ട് കുടിക്കാം. നമ്മൾ അതിലും കുരുമുളക് പൊടി ചേർക്കലുണ്ട്. ഇല്ല, അങ്ങനെ ചുക്ക് കാപ്പി ആക്കി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ സാധാ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ചുക്കും ഒരു 2-3 കുരുമുളകും കൂടി ഇടാം. പൊടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, അല്ലാണ്ടും ഇടാം. നന്നായി തിളപ്പിച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ വെള്ളം മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് മഞ്ഞപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടുള്ള വെള്ളം. മഞ്ഞപ്പൊടി ഞാൻ പറയണ്ടല്ലോ, മഞ്ഞപ്പൊടിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ വിഷാംശം നീക്കാൻ വരെ സഹായിക്കുന്ന അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയേറെ ഗുണമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞളിലെ കുർക്കുമിൻ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ധാരാളം ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് പിടിക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിലും വൈറൽ പനി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിക്ക് കഴിയും.
അപ്പം മഞ്ഞളിടുക. മഞ്ഞളിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് സഹായിക്കും. അതുകൊണ്ട് ഒരു 2-3 കുരുമുളകും കൂടി ഇടാം. എന്നിട്ട് ദിവസവും നിങ്ങൾക്ക് രാവിലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു എല്ലാ വീഡിയോസിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, രാവിലെ വെറും വയറ്റിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും, സ്കിൻ ഹെൽത്തിന് സഹായിക്കും, നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതേ ഗുണങ്ങൾ തന്നെയാണ് നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം ദിവസവും കുടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടാം. അപ്പം അങ്ങനെയും നിങ്ങൾക്ക് വെള്ളം തയ്യാറാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം. മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 2 നുള്ളൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, കൂടുതൽ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യരുത്. ഇനി അടുത്തത് അയമോദകം. അയമോദകം എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ അയമോദകം ഇട്ട് വെള്ളം തിളപ്പിക്കാം. അയമോദകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തണുപ്പൊക്കെ പെട്ടെന്ന് നിൽക്കുന്നവരുണ്ടാവല്ലോ. നമ്മൾ ചിലർ പറയില്ല എനിക്ക് ചൂട് തീരെ സഹിക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് തണുപ്പ് സഹിക്കാം. ചിലർക്ക് തണുപ്പ് തീരെ സഹിക്കാൻ പറ്റില്ല, പക്ഷെ ചൂട് സഹിക്കാം. അപ്പം അങ്ങനെ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്തവർ ഈ അയമോദകം ഇട്ട വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറച്ചൊന്ന് ഉയർന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതായത് പെട്ടെന്ന് തണുപ്പ് ഏൽക്കുന്നവർക്ക് അയമോദകം ഇട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ തണുപ്പൊന്ന് അല്ലെങ്കിൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്യാസ്, ബ്ലോട്ടിങ്, നെഞ്ചരിച്ചിൽ, കീഴ്വൈശല്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടും ഈ അയമോദകം സഹായിക്കും. മഴക്കാലത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ദഹനം കുറച്ച് കുറവായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ദഹനം ഭയങ്കര ഫ്ലോയിലായിരിക്കും നടക്കുക. ആ ഫ്ലോ എല്ലാം ഒന്ന് കുറച്ച് ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഈ അയമോദകം സഹായിക്കും. അടുത്തത് മല്ലി വെള്ളമാണ്. മല്ലിയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ ജീരകം, പെരുജീരകവും അല്ലെങ്കിൽ സാദാ ജീരകവും ചേർക്കാം. ഇല്ലെങ്കിൽ മല്ലി തന്നെയാണെങ്കിലും മതി. മല്ലി പറഞ്ഞ പോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് രോഗങ്ങളിൽ നിന്നെല്ലാം ഒന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മല്ലി ഹെൽപ്പ് ചെയ്യും. അപ്പം മല്ലിവെള്ളം കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. കുട്ടികൾക്ക് എപ്പോഴും ഒരേ വെള്ളം അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ മാത്രം കൊടുത്തുവിടുന്ന അമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനി തൊട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ വെള്ളവും ഓരോ ആഴ്ച അല്ലെങ്കിൽ ഓരോ ദിവസം മാറി മാറി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് നിങ്ങളുടെ കുട്ടികളുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും, നിങ്ങളുടെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒരേ പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതിൻ്റെ ആ ഒരു മടി മാറാൻ വേണ്ടിയിട്ടും വെള്ളം കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നമുക്ക് കുഞ്ഞുമക്കളെയൊക്കെ രോഗങ്ങൾ കുറച്ച് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആഹാരവും വെള്ളവും കൊടുത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. പല കുട്ടികൾക്കും ഇപ്പം തീരെ ഇമ്മ്യൂണിറ്റി കുറവാണ്. ഇപ്പം ക്ലിനിക്കിൽ വരുന്ന പല കുട്ടികൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച കൂടുമ്പോൾ ജലദോഷം കൊണ്ട് വരലുണ്ട്. മരുന്നെല്ലാം കഴിച്ച് ഒന്ന് മാറി സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് ഉണ്ടാവും, ഏതെങ്കിലും കുട്ടികളുടെ അടുത്ത് നിന്ന് വീണ്ടും കിട്ടി വീണ്ടും വരും. അപ്പം ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയാം. ഇനി ഓഫീസിൽ പോകുന്നവർക്കാണെങ്കിൽ ഈ വെള്ളം കൊണ്ടുപോവാം. നിങ്ങൾ പല ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല ആൾക്കാരുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, പല ആൾക്കാരുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരുന്ന രീതിയിലുള്ള ജോലികളാണ് എങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും രോഗം കിട്ടാം. അതായത് ജലദോഷം ആയിക്കോട്ടെ, പനി ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടാം. നിങ്ങൾ അതിനോട് എക്സ്പോസ്ഡ് ആണ്. അപ്പം അങ്ങനെയുള്ളവരും എന്ത് ചെയ്യുക, കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് അവരിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം എന്ത് ചെയ്യുക, ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ രോഗങ്ങൾ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ വെള്ളം അല്ലെങ്കിൽ ഈ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങളെ സഹായിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. മക്കളൊക്കെ ആണെങ്കിൽ വീട്ടിൽ വന്ന പാടെ തന്നെ കൈയും കാലും ഒക്കെ നന്നായിട്ട് കഴുകിക്കുക. കൈ കഴുകിയിട്ട് മാത്രമേ ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ. പുറത്തുനിന്നുള്ള ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഈ സമയം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അത്ര സേഫ് അല്ല. ഹൈജീനിക് ആയിരിക്കാം, പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത്രയും ഹൈജീനിക് ആവണമെന്നില്ല. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. എന്തെങ്കിലും രോഗങ്ങളോ രോഗലക്ഷണങ്ങളോ കാണിക്കുന്നുണ്ടെങ്കിൽ സ്വയം മരുന്നെടുത്ത് ചികിത്സിക്കാൻ നിൽക്കാണ്ട് ഡോക്ടറെ കണ്ട് തന്നെ മെഡിസിൻ എടുക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾ പോയി ഒരു പാരസെറ്റമോളോ ഡോളോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പനി കുറയുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ രോഗം ശരീരത്തിനുള്ളിൽ തന്നെ നിലനിൽക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്ത് തന്നെ മാറ്റാം. ഇപ്പം എനിക്ക് തോന്നുന്നു ലൂസ് മോഷനും വോമിറ്റിങ്ങും, അതായത് ഛർദിയും വയറ്റിളക്കും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരു ട്രിപ്പ് എല്ലാവർക്കും വന്ന് പോയി അടുത്ത ട്രിപ്പ് വീണ്ടും വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വയം ചികിത്സിക്കാൻ നിൽക്കരുത്. പെട്ടെന്ന് നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് പോകും. ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുക, നന്നായിട്ട് വെള്ളവും ഭക്ഷണം കഴിക്കുക. വോമിറ്റിങ്, ഛർദി അല്ലെങ്കിൽ ലൂസ് ടൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, വയറ്റിളക്കം ഉണ്ടെങ്കിൽ
ദഹിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് കഞ്ഞിയും പയറും അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഹെവി ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് എടുക്കരുത്. പ്രത്യേകിച്ച് നോൺ വെജ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കരുത്. അപ്പം എല്ലാവരും ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.